ഇന്നത്തെ നമ്മളുടെ ഫാക്കൽറ്റി ഭാഗ്യലക്ഷ്മി മാഡം, ബാക്കി എല്ലാവരും സീനിയർ ഡോക്ടർമാരെ. ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ 940ാമത് ദിവസത്തെ രണ്ടാം ഭാഗം മലയാളം സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിനി 1000 ദിവസങ്ങൾ പൂർത്തീകരിക്കുവാൻ വെറും 60 ദിവസങ്ങൾ മാത്രം, എണ്ണി 60 ദിവസങ്ങളേ ഉള്ളൂ. 1000 ദിന സഹസ്രദിന പരിപാടികൾ വളരെ ഗംഭീരമാക്കുവാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും പങ്കാളിത്തം അക്കാര്യത്തിലുണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അതിഥിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഡോക്ടർ ഭാഗ്യലക്ഷ്മി 40 വർഷത്തിലധികമായി ചികിത്സാ രംഗത്ത് സജീവമായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്നുണ്ട്. ധാരാളം അനുഭവങ്ങൾ നമ്മളോടൊപ്പം മുൻകാലങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം അനുഭവങ്ങൾ പറയുവാനുണ്ട്. മറ്റ് ധാരാളം ചികിത്സാ അനുഭവങ്ങളുള്ള ഒരുപാട് ഡോക്ടർമാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നത് ഭാഗ്യലക്ഷ്മി ഡോക്ടർക്ക് കുറേയേറെ ജൂനിയർ ഡോക്ടർമാർ ഇല്ലെങ്കിൽ കുറേയേറെ ശിഷ്യഗണങ്ങൾ കൂടെ തന്നെ ഉണ്ട്. അവർക്കും ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഡോക്ടറുടെ കേസസ് 40 വർഷത്തെ അനുഭവങ്ങൾ, അതിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ധാരാളം കേസുകൾ ഉണ്ടാകും എന്നറിയാം. ഞാൻ കൂടുതലൊരു ആമുഖത്തിലേക്ക് കടക്കാതെ തന്നെ ഡോക്ടറെ ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ചിലവഴിക്കാനായിട്ട് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മാഡം പ്ലീസ് സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഡോക്ടർ അശോക് കുമാറിന്റെ വാക്കുകൾക്ക് നന്ദി. ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗുരുക്കന്മാർക്ക് എല്ലാം പാതാരബന്ധങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ സദസ്സിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് അധികം സജീവമായിട്ട് പങ്കെടുക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പങ്കെടുക്കാനായിട്ട്. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. കേൾക്കണുണ്ടോ? കേൾക്കാം. ഞാൻ എല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്തു, ഡിസ്റ്റർബൻസ് വരുന്നോണ്ടേ. കേൾക്കാം മാഡം, കേൾക്കാം. അപ്പൊ ഞാന് ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്തായാലും ഒന്ന് പറയാന്ന് വിചാരിച്ചത്. ഒരുപാട് കേസസ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ ഇപ്പോൾ വിചാരിച്ചത് നമ്മുടെ നെക്സോമിക്കെ പറ്റി എനിക്ക് സ്പെസിഫിക് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഞാൻ കൂടുതലും നമ്മുടെ നെക്സ് കൊടുത്ത് എനിക്ക് സക്സസ് കിട്ടിയിട്ടുള്ള 3-4-5-6 സിംറ്റംസും അതിന്റെ ഞാൻ ഇപ്പോഴും സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് പറയാം. അതില് ഒന്നാമത്തായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ തന്നെ, നമ്മൾ ജനിച്ചു വീഴുമ്പോ തന്നെ പിന്നെ ഇക്ടറസ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ, നല്ലപോലെ ജോണ്ടിസ് കൂടിയിട്ട് നിൽക്കുന്ന, ബിൽറൂബിൻ കൂടുതലെന്ന കണ്ടീഷനിൽ ഞാൻ ഏറ്റവും അധികം പിന്നെ കൊടുക്കുന്ന മെഡിസിൻ നെക്സോമിക്കയാണ്. അത് എനിക്ക് 100-90% കേസസും സക്സസ് ആയിട്ടുണ്ട്. അതില് വേറെ ഒരുപാട് മരുന്നുകൾ ഞാൻ റെപ്പറട്ടറി ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മുടെ സിന്തസിസിലൊന്നും ഞാൻ നെക്സോമിക്ക കണ്ടിട്ടില്ല. അതിന് പറയുന്ന മെഡിസിൻസ് അക്കണൈറ്റ്, ബോവിസ്റ്റ, ചൈന, മെപ്സോള്, ബോഡോഫൈലം, ഇങ്ങനെയൊക്കെയുള്ള ലൂപ്പുലസ്, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ ഞാനത് കൂടുതലും എനിക്ക് നെക്സോമിക്ക അത് അനുഭവം കിട്ടിയത് എൻ്റെ തന്നെ സിസ്റ്ററുടെ മോന്റെ കുട്ടിക്ക് ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പാണ്. അവന് ജനിച്ചപ്പോ തന്നെ നല്ലപോലെ ബിൽറൂബിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഫോട്ടോതെറാപ്പി ഒക്കെ പറഞ്ഞു. ബൈ ചാൻസിൽ ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഡോക്ടർ വന്ന് കൊണ്ടുപോകണം കുട്ടിയെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസത്തേക്കും നോക്കാം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ തന്നെ അറിയുന്ന ഹോമിയോപ്പതി അറിയുന്ന ഒരു പിന്നെ ഡോക്ടർ ആയിരുന്നത് കൊണ്ട് സമ്മതിച്ചു. ഞാൻ അവിടെ വെച്ച് തന്നെ ഒരു ഡോസ് നെക്സോമിക്ക 0/3 ഒരൊറ്റ പെല്ലറ്റ് കുഞ്ഞിന്റെ വായിലിട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ മെഡിസിൻ ഉണ്ടായിരുന്നു. ഞാൻ
കോട്ടയത്ത് ഡോക്ടർ പട്ടേലിനെ കാണാൻ പോയിട്ട് തിരിച്ച് എറണാകുളത്ത് പോയി കുഞ്ഞിനെ കണ്ടുവരാനായിട്ട് പോയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അന്നൊക്കെ പട്ടേൽ സാറിന്റെ അടുത്തു നിന്നാണ് ഞാൻ മെഡിസിൻ വാങ്ങിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് മെഡിസിൻ്റെ കൂട്ടത്തിൽ നെക്സോമിക്ക ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ അത് കൊടുത്തു. എനിക്ക് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ പോയപ്പോഴാണ് ഇതിങ്ങനെ കിട്ടിയത്. അല്ല നമ്മുടെ ബുക്കിലൊന്നും ഇത് ഇക്ടറസിന്റെ കാര്യം നെക്സോമിക്കയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അതിന് അത് കൊടുത്തു. പിറ്റേന്നായപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ഇക്ടറസ് നിയോനേറ്റോറം ആണ് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ആ കണ്ടീഷൻ ഒരൊറ്റ പെല്ലറ്റ് ഒരെണ്ണം അതിന്റെ ഞാൻ ഡൈല്യൂട്ട് ചെയ്യാനും ഒന്നും പോയില്ല. വെറും ജനിച്ചു വീണ കുഞ്ഞിന്റെ ഫസ്റ്റ് ഡേ അവന്റെ വായിലിട്ട് കൊടുത്തു. അപ്പം അതില് അതോടുകൂടി ആ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നല്ല എത്രയോ 24 കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഓർക്കുന്നില്ല. അത് പിന്നെ എന്തായാലും പിറ്റേ ദിവസം തന്നെ അവര് പറഞ്ഞു കുഴപ്പമില്ല, പല തേർഡ് ഡേ അവര് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു, കംപ്ലീറ്റ്ലി നോർമലായി. അതിനുശേഷം എനിക്ക് മിക്ക കേസും ഞാൻ അതിൽ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം പല ലിവർ റെമഡീസ് ഒക്കെ അതിനകത്ത് നെക്സോമിക്കയ്ക്ക് വരുമെങ്കിലും ഏറ്റവും ഇക്ടറസിന് വരുമെങ്കിലും നെക്സോമിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്റെ പ്രാക്ടീസിൽ ഞാൻ അന്നോട്ടല്ല അതിന് മുമ്പും എനിക്കതിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവിടെ വെച്ച് അത് എടുത്തത്. അപ്പൊ എന്തായാലും അത് ഒരു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇക്ടറസിന് നെക്സോമിക്ക നോക്കിയിട്ട് മതി വേറെ ഏത് മെഡിസിനിലും പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അടുത്തത് നെക്സോമിക്ക നമുക്ക് കുഞ്ഞുവാവകളിൽ തന്നെ സ്നപ്പിൾസിന് നമ്മൾക്ക് 3 റെമഡീസ് പറയുന്നത് 0/3 പൊട്ടൻസി 0/3 ആണ് കൊടുത്തത്. ഒരൊറ്റ പെല്ലറ്റ് ഒരൊറ്റ ഡോസിൽ ആ കുഞ്ഞിനെ കംപ്ലീറ്റ് ക്ലിയർ ആയി. പിന്നെ അതിനുശേഷം പിന്നെ അവന് ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സ്നപ്പിൾസ് വരുമ്പോൾ സ്നപ്പിൾസിന് ഏറ്റവും പറ്റിയ മെഡിസിൻസ് നമ്മൾ 3 എണ്ണം ഓർക്കുന്നത് കുട്ടികളുടെ സ്നപ്പിൾസിന് സാമ്പുക്കസ്, ലൈക്കോപോഡിയം, പിന്നെ നെക്സ്, ഈ 3 എണ്ണമാണ് പറയുന്നത്. കുട്ടികൾ പാല് കുടിക്കുമ്പോൾ തന്നെ ബ്രസ്റ്റിന് ഇച്ചിരി കുടിച്ചിട്ട് ബ്രസ്റ്റിന് വിട്ടിട്ട് ശ്വാസം എടുക്കും എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന മെഡിസിൻ സാമ്പുക്കസ് ആണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ നെക്സോമിക്കകത്ത് ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ 0/3 തന്നെ, കുഞ്ഞുങ്ങൾക്കെല്ലാം അത് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അലർജിക് റൈനൈറ്റിസുമായിട്ട് വരുന്ന മിക്ക കുട്ടികളും നമ്മൾ റെക്കറന്റ് ആയിട്ട് കോൾഡ് ഇതൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഒരു അബോർട്ടീവ് റെമഡി ആയിട്ട് നമുക്ക് നെക്സ് കൊടുക്കാം. നെക്സ് 30 അന്നേരം ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ശല്യം ഉണ്ടാകാതെ പോകും. പിന്നെ നെക്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ കൂടുതലും പിന്നെ തൊണ്ടയും മൂക്കും തൊണ്ടയും മ്യൂസേഷൻ ട്യൂബ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടിരിക്കുകയും ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ട് ത്രോട്ടിനകത്ത് ഇറിറ്റേഷൻ വന്നിട്ട് വല്ലാതൊരു സൗണ്ട് ഉണ്ടാക്കുകയും കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു സോളോ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ, എപ്പോഴും ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്ന ആ കണ്ടീഷനിൽ നെക്സോമിക്ക നല്ല ആക്ഷനാണ്. അതിന് വേറെ പകരം വയ്ക്കാൻ വേറെ മരുന്നില്ല. പിന്നെ ഉള്ളത് കഫിന്റെ കാര്യത്തിലും കുട്ടികളുടെ കഫില് മിക്കവാറും നമുക്ക് കഫ് കൂടുതൽ തോന്നുന്നത് വെളുപ്പാങ്കാലത്തെ കഫ്, ഉറക്കമുണർന്ന് കുട്ടികൾ ഉണർന്ന് കിടന്നുകൊണ്ട് ഉണർന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ചുമച്ചുകൊണ്ടാണ് ഉണരുന്നതെന്ന് പറയുന്ന കേസ് കിട്ടുവാണെങ്കിൽ അവിടെ നെക്സോമിക്കയ്ക്ക് നല്ല ആക്ഷൻ കിട്ടും. അതെല്ലാം ചെറിയ പൊട്ടൻസി കൊടുത്താൽ 0/3 അല്ലെങ്കിൽ 30, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. പിന്നെ കഫ് പറയാനാണെങ്കിൽ തന്നെയും ഈ വെളുപ്പിനത്തെ ചുമയോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കണം, രാത്രിയിൽ ചുമയ്ക്കുന്നതെന്ന് പറയാൻ മിഡ് നൈറ്റ് ആഫ്റ്റർ ആണോ ബിഫോർ ആണോ എന്ന് ചോദിക്കണം. അത് മിഡ് നൈറ്റ് ആഫ്റ്റർ അണ്ടിൽ മോർണിംഗ് ഇങ്ങനെ പറഞ്ഞാൽ നേരം വെളുക്കുന്നവരെ, പാതിരാത്രി കഴിഞ്ഞാൽ വെച്ച് നേരം വെളുക്കുന്നവരെ ചുമക്കുക എന്ന് പറയുന്നിടത്തും നെക്സ് വളരെ ആക്ഷൻ കിട്ടുന്ന മെഡിസിനാണ്. പിന്നെ എനിക്ക് നെക്സിന്റെ ടൂത്തേക്കില് നമ്മള് പല്ല് അടച്ചിട്ട് വന്നിട്ട് അവിടെ വേദന പറയുവാണെങ്കിൽ നമ്പർ 1 റെമഡിയാണ് നെക്സോമിക്ക. അതുപോലെ തന്നെ ടൂത്തേക്ക് വരുന്ന എനിക്കൊരു ദിവസം ഒരു കേസ് കിട്ടി. ഒരു പല്ല് വേദനയായിട്ട് വന്ന ഒരു കേസാണ്. ഭയങ്കര പല്ല് വേദന. അത് ഒരു പല്ലിന് മാത്രമല്ല,
പല്ലിന് മുഴുവൻ വേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെന്ത് പറ്റി എല്ലാ പല്ലിനും ഒരുപോലെ വേദന വരാൻ? കാര്യമൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഇന്നാളും ഒരിക്കൽ ഇതുപോലെ വന്നു, എന്താ കാര്യം എന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഇങ്ങനെ പല്ല് മൊത്തം കൂടെ വേദന എടുത്തുകൊണ്ടിരിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കാര്യങ്ങൾ തിരക്കിയപ്പോ അതുകൊണ്ട് കോഫി, സ്ഥിരം കോഫി കുടിക്കുന്ന ആളാണ്. കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു കോഫി ആണെങ്കിൽ കുഴപ്പമില്ല, 2 കോഫി രാവിലെയും വൈകിട്ടും കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പല്ലുവേദന എടുക്കുമെന്ന് പറഞ്ഞു. അതിനും ഞാൻ കൊടുത്താൽ മരുന്ന് നെക്സോമിക്കാണ്. ടൂത്ത് ആഫ്റ്റർ അബ്യൂസ് ഓഫ് കോഫി എന്നുള്ള റൂബ്രിക് വെച്ചിട്ടാണ് അത് കൊടുത്തത്. അത് സ്പെസിഫിക് ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് അതും വളരെ ഫണ്ണിയാണ്. ഇൻസ്പയർ ചെയ്യുമ്പോ പല്ലുവേദന എടുക്കുമെന്ന് പറഞ്ഞു ഒരു കേസ്. അതും ലബോറട്ടറിയിൽ തപ്പി എപ്പോഴും അതും നെക്സോമിക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട്. അതിനൊക്കെ ഞാൻ പിന്നെ നെക്സ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് റെമഡി ചെയ്യുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നല്ലൊരു കേസ്, വളരെ രസകരമായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു കേസ് ഞാനിപ്പോഴും പറയട്ടെ. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തിലെ ഒരു വലിയ പിന്നെ ENT സർജന്റെ ഭാര്യയാണ് വന്നത് എൻ്റെ അടുത്ത്. പിന്നെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, പിന്നെ അതിന് ശേഷവും കേട്ടിട്ടില്ല, അതിന് മുമ്പും കേട്ടിട്ടില്ല തൊട്ട കേസാണ് അത്. അവരുടെ കേസ് എന്ന് പറഞ്ഞാല് അവര് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എന്റെ ഹസ്ബൻഡ് ENT സ്പെഷ്യലിസ്റ്റ് ആണ്, പക്ഷെ എന്റെ പ്രശ്നം തൊണ്ടയ്ക്കാണ്. എന്താ പ്രശ്നം? ഡോക്ടറെ എന്റെ തൊണ്ടയില് എനിക്ക് പീരീഡ്സ് ആവുന്നത് കറക്റ്റ് ആണ്, എന്റെ പീരീഡ്സ് കറക്റ്റ് 28 ഡേയ്സിൽ പീരീഡ്സ് വരും. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തുടങ്ങുന്ന ദിവസം തൊട്ട് അവസാനിക്കും 4 ദിവസമേ ബ്ലീഡിംഗ് ഉള്ളു. പക്ഷെ തുടങ്ങുന്ന ദിവസം തൊട്ട് അവസാനിക്കുന്ന ദിവസം വരെ എന്റെ തൊണ്ടയ്ക്കകത്ത് ഒരു തരം ക്രോളിംഗ് ആണ്. ഇങ്ങനെ എന്തോ ഇരുന്ന് എഴയുന്ന പോലെ തോന്നും. എനിക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. വല്ലാതെ എന്നെ അത് ഒലച്ചോണ്ടിരിക്കുക. 4 ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഡോക്ടറെ ഒരു പറ്റിയിട്ടുണ്ടായിരുന്നു മൊബൈലിലേ, ഒന്ന് നോക്കാവോ? ഡോക്ടർ ഇപ്പൊ ഹോസ്റ്റ് ആണ്, നെറ്റ്വർക്ക് ഒന്ന് പോയായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ ഇപ്പൊ ഹോസ്റ്റ് ആണ്. തിരിച്ച് എന്നെ ഹോസ്റ്റ് ആക്കാൻ അറിയാവോ? അയ്യോ എനിക്ക് അറിഞ്ഞൂടല്ലോ ഡോക്ടറെ, എന്താ ചെയ്യണ്ടേ? കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യണം. പ്രോഗ്രാം നടക്കട്ടെ. അതുകൊണ്ടല്ല, എനിക്കൊരു എല്ലാരും ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അപ്പൊ മ്യൂട്ട് ഞാൻ മ്യൂട്ട് ചെയ്തോളാം ഡോക്ടർ. ശരി. ഓക്കെ. അപ്പോഴേ പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കേൾക്കാം, കുഴപ്പമില്ല. ആ കേസ് കേട്ടായിരുന്നോ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് കേട്ടോ? കേട്ടു, പറഞ്ഞോളൂ. ഓക്കെ, ശരി. അപ്പം അവരുടെ പ്രശ്നം, അവർക്ക് ഉറക്കം അല്ലാത്ത ട്രോളിംഗ് സെൻസേഷൻ. അപ്പം ആ ഒരു പിന്നെ രീതിയില് അവര് പറഞ്ഞിട്ട് അവര് പറയാ, എന്റെ ഹസ്ബൻഡ് എന്റെ തൊണ്ട മുഴുവൻ പരിശോധിച്ചു, അതിനകത്തൊന്നും ഒന്നുമില്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് നോക്കി, എൻഡോസ്കോപ്പി ഇവരൊക്കെ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, ഒന്നുമില്ല എന്നാ പറയുന്നത്. പിന്നെ ഞാൻ ഈ രാത്രി ഉറങ്ങാതിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു ആന്റി ഹിസ്റ്റമിൻ തരും. അപ്പോഴും എന്റെ സെൻസേഷൻ മാറുന്നില്ല, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഈ ഇതുകൊണ്ട് വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു 10 കൊല്ലത്തിൽ കൂടുതലായി ഇത് പിന്നെ എനിക്ക് ഇതിങ്ങനെ ഒരു സംഭവം വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച്, ഇതിനകത്ത് എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഒരു റീസണും ഇല്ല. ഞാൻ അവരെ പിന്നെ ഒത്തിരി ചകഞ്ഞ് ചോദിച്ചു, ഇതിനകത്ത് എന്തെങ്കിലും പറയാം? ഒരു ഇതുമില്ല, എന്റെ പീരിയഡ്സ് കറക്റ്റ് 28 ഡേയ്സ്. പിന്നെ അതേപോലെ പിന്നെ പെയിൻ ഇല്ല, ബുദ്ധിമുട്ടില്ല. എല്ലാ പേഷ്യൻസും എല്ലാ ആളുകൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ കറക്റ്റായിട്ടും നമുക്ക് പറയുമ്പോഴേ എനിക്ക് പെയിൻ ഇല്ല, പ്രശ്നമില്ല, 4 ഡേയ്സ് കംപ്ലീറ്റ് ബ്ലീഡിങ് നിൽക്കും. ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിലൊക്കെ. പക്ഷെ ഇത് വരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുതരം വട്ടാണ് ഇപ്പൊ വരുന്നത്. ആന്റി ഹിസ്റ്റമിൻ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ പറ്റത്തില്ല, പിള്ളേരെ സ്കൂളിൽ വിടുന്ന കാര്യത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ കേസ് ഒക്കെ നോക്കിയപ്പോ അവരൊരു ടിപ്പിക്കൽ ഫോസ്ഫറസ് കേസ് പോലെ എനിക്ക് തോന്നി, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ വർത്തമാനവും കാര്യങ്ങളും എല്ലാം. പക്ഷെ അവർക്ക് ഞാൻ ആദ്യം ഒരു ഫോസ്ഫറസ് കൊടുത്തു വിട്ടു.
അന്നത്തെ ദിവസം അവര് പറഞ്ഞു ആ പീരീഡ്സ് 2 ദിവസം മുമ്പാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാനപ്പം എല്ലാ ദിവസവും കഴിക്കുന്നു പറഞ്ഞത് കൊടുത്തു വിട്ടു. പക്ഷെ അവര് വിട്ടുന്ന വന്നിട്ട് പറഞ്ഞു ഒരു പിന്നെ എനിക്ക് പിന്നെ ഇതെടുക്കാൻ പറ്റുന്നില്ല, ഒരു ചേഞ്ചും വന്നില്ല. ഞാൻ പിന്നെ എന്റെ സകല ഇതും പോയി. പറഞ്ഞു സാരമില്ല, അങ്ങനെ വിചാരിക്കണ്ട, നമുക്ക് ഒന്നുകൂടെ നോക്കാം, അടുത്ത പ്രാവശ്യത്തേക്ക് ഒന്നുകൂടെ നോക്കാന്ന് എന്നും പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ റബ്ബർ എടുത്ത് വെച്ച് അരിച്ചു പറക്കിയപ്പോ ഇതേപോലെ ഭയങ്കര ഇതായിട്ട് കിടപ്പുണ്ട്. ത്രോട്ട് ക്രോളിങ് മെൻസസ് ഡ്യൂറിങ്. ഞാനത് വളരെ പിന്നെ ഇതായിട്ട് പിന്നെ എല്ലാ റെപ്പർട്ടറിയിലും നോക്കി, ഒരെണ്ണത്തിൽ മാത്രമല്ല എല്ലാ റെപ്പർട്ടറിയിലും നോക്കി. അതിലെല്ലാം ഈ ഒരൊറ്റ വേറും ഒരു 1 മാർക്ക് റെമഡിയാണ്. പക്ഷെ എല്ലാത്തിനകത്തും ഇതിന് എക്സാമിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നമ്മുടെ നെക്സ്റ്റ് 30 അടുത്ത സമയത്ത് ഞാൻ നെക്സ്റ്റ് 30 ഒരു 1 gram പിൽസ് കൊടുത്തു. അവരോട് പറഞ്ഞ് 27ാമത്തെ ദിവസം തൊട്ട് കഴിച്ചു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു, 27th ഡേ നൈറ്റില്. അപ്പം അവര് കഴിച്ചു. പിറ്റേന്ന് രാവിലെ വീണ്ടും ഒരു ദിവസം കൂടെ കഴിക്കാൻ പറഞ്ഞു, 2 നേരം വീതം കഴിക്കാൻ പറഞ്ഞു. 28th ഡേ ഈവനിങ്ങിൽ അവർക്ക് പീരീഡ്സ് ആയി എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിച്ചോളൂ, ഒരു ദിവസം കൂടെ കഴിക്കുന്നത്. അപ്പൊ കഴിച്ചിട്ട് രാത്രി ആയപ്പം അവര് വിളിച്ചു പറഞ്ഞു പീരീഡ്സ് ബ്ലീഡിങ് നല്ലപോലെ വന്നു, എന്റെ ആ സെൻസേഷൻ അവിടെ ഉണ്ട്, ഒരു ശകലം കുറവുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാരമില്ല, ഒരു ഡോസ് കൂടെ കഴിക്ക്, നമുക്ക് നോക്കാം. പിന്നെ നമ്മള് കുറവുണ്ടെങ്കിൽ നിർത്തിക്കോ, കുറവില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പക്ഷെ അവര് 3 ദിവസം കംപ്ലീറ്റ് ആയിട്ട് രാവിലെയും വൈകിട്ടും 2 നേരം വീതം, അപ്പൊ ഒരു 6 ഡോസ് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ് 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കുറഞ്ഞു. 4ാമത്തെ ദിവസം എനിക്ക് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളു. അതിനുശേഷം അന്നോട്ട് ഇന്ന് വരെ അവര് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അവരെന്നെ ഇടയ്ക്ക് വിളിക്കും, വേറെ പ്രശ്നം ഒന്നിനും ഇല്ലെങ്കിൽ പോലും അവരെന്നെ വിളിക്കാറുണ്ട്. അവരുടെ ആ രോഗം മാറിയതിൽ അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ ആ ENT സർജനൊക്കെ പറഞ്ഞു ഇവരുടെ വെറും സെൻസേഷനാണ്, ഇതല്ല സെൻസേഷനാണ്, പക്ഷെ അത് വെറും തോന്നലാണെന്നാണ് അവർ പറഞ്ഞത്. ഇതിന് മെഡിസിനൊന്നും ഇല്ല, അതുകൊണ്ട് ഇതിന് ക്യൂറും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മെഡിസിനും ആദ്യം കൊടുത്ത ഫസ്റ്റിൽ ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ട് ഒരു ആക്ഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ റെപ്പർട്ടറിയിൽ കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. ത്രോട്ട് ക്രോളിങ് മെൻസസ് ഡ്യൂറിങ്, ഒരൊറ്റ മാർക്ക്, അല്ല ഒറ്റ മാർക്കിന്റെ ഒറ്റ റെമഡി. അപ്പൊ അതില് ഭയങ്കര ആക്ഷൻ നമുക്ക്. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു ഇതും കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഇതായിട്ട് നല്ലൊരു കേസായിട്ട് അത് ഉണ്ട് ഇപ്പോഴും. പിന്നെ അടുത്തത് പിന്നെ നമുക്ക് നെക്സോമിക്കയുടെ തന്നെ കാര്യം പറയാനാണെങ്കിൽ അംബിലിക്കൽ ഹെർണിയയ്ക്ക് നല്ല ആക്ഷൻ. കുഞ്ഞു പാവകൾക്കും ഉള്ളതുകൊണ്ട് വലിയവർക്കും അംബിലിക്കൽ ഹെർണിയ, മറ്റേ ഇൻസിഷണൽ ഹെർണിയ ഒക്കെ വരുന്നതിനും ഒക്കെ ഞാൻ നെക്സോമിക്ക കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ, അതെല്ലാം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. എങ്കിലും കോൺസ്റ്റിപ്പേഷനിനകത്തും ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇന്നഫെക്ച്വൽ എർജിങ് എന്നാണ് നമ്മൾ അതിനകത്ത് കൂടുതലും പറയുന്നത്. പക്ഷെ അതല്ലാതെ തന്നെ ഒരു എർജിങ്ങും ഇല്ലാതെ ഇരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് നെക്സോമിക്ക നല്ല ആക്ഷൻ കിട്ടും. അത് പിന്നെ ആബ്സെൻസ് ഓഫ് ഒരു ഓൾ ഡിസയർ എന്നുണ്ട്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഫീൽസ് ഹാപ്പി വെൻ കോൺസ്റ്റിപ്പേറ്റഡ്, അത് കാൽക്കറി കാർബിന് പറയുന്നുണ്ട്. ഇതിനങ്ങനെ ഹാപ്പി അല്ല, പക്ഷെ എന്നാലും ഇറിറ്റബിൾ ഒക്കെയാണ്, പക്ഷെ എന്നാലും ഒരു സെൻസേഷനും ഇല്ല എന്ന് പറഞ്ഞു വരുന്ന കേസിനും പിന്നെ പൊട്ടൻസി 0/3 ആണ് ഞാൻ കൊച്ചു കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന 0/3. വലിയവർക്കാവുമ്പോഴത്തേക്ക് അത് 1 കൊടുക്കും അംബിലിക്കൽ ഹെർണിയയ്ക്ക്. അപ്പം അങ്ങനെ ആബ്സെൻസ് ഓഫ് ഡിസയർ വരുന്നവർക്കും നെക്സോമിക്ക കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് കൊടുക്കാറുണ്ട്. അത് നല്ല ആക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നതിലാണ് വേറൊരു കേസ്, ഒരു ഡിസ്മെനോറിയക്കൊക്കെ നമുക്ക് എല്ലാവരും അറിയാം. പിന്നെ കൂടുതൽ പിന്നെ ഇന്നഫെക്ച്വൽ അർജി ഒരു പേഷ്യന്റ് വന്ന് സ്ഥിരം പറഞ്ഞിട്ട് മോള് പീരീഡ്സ് ആയ ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല, അതിനകത്ത് ചൂടുവെള്ളം ഇതിൽ പിടിച്ച് പിന്നെ ചൂടും വെച്ച് ബാത്റൂമിനകത്ത് ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് പറഞ്ഞു വന്നു.
അതിനും നെക്സോമിക്ക കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഡിസ്മെനോറിയ മാറി. പിന്നെ പിന്നെ വേറൊരു കേസിൽ ഇതേപോലെ പെയിന്റിങ് ഡ്യൂറിങ് പെയിൻ എന്നുള്ള അതിനും ആ ഒരു കേസിൽ എനിക്ക് ഒരു കേസല്ല, പല കേസസിലും നമുക്ക് പിന്നെ ലേബർ പെയിനിൽ വന്നാലും എല്ലാം പെയിന്റിങ് വരുന്നത് വിത്ത് പെയിന്റിങ്ങില് നെക്സോമിക്ക നല്ല മെഡിസിനാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ സർവൈക്കൽ സ്പോണ്ടിലോസിസ്, അത് ആ കേസിലും നല്ലപോലെ കൊടുക്കും. അതിന്റെ മെയിൻ സിംറ്റം പറയാനാണ് അതിൽ ഒരു ഫണ്ണി സെൻസേഷൻ ഉണ്ട്. വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈറ്റിംഗ് ആഫ്റ്റർ പെയിൻ, നെക്ക് പെയിൻസ് ഈറ്റിംഗ് ആഫ്റ്റർ എന്നുള്ള അങ്ങനത്തെ അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഫുൾനെസ് ഓഫ് അബ്ഡമൻ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്പൈനിൽ ഉണ്ടാകുന്ന പ്രഷറും കംപ്രഷനും കൊണ്ടായിരിക്കാം നെക്ക് പെയിൻ വരുന്നതെന്നുണ്ട്. എന്തായാലും അതിലും പിന്നെ ശരിക്കും നമ്മുടെ നെക്സോമിക്കയ്ക്ക് നല്ല ആക്ഷൻ ഉണ്ട്. ഇങ്ങനെ വന്ന് കഴുത്തിൽ 2 സ്ഥലത്തും പെയിൻ പറഞ്ഞിട്ട് കയ്യിലോട്ട് ഇങ്ങനെ പാരാലിസിസ് 2 സ്ഥലത്തോട്ടും വരികയൊക്കെ ചെയ്യുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ട് കഴുത്ത് തിരിക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോമിക്ക. അവിടെ ഞാൻ കൊടുക്കുന്ന പൊട്ടൻസി 10M ആണ്. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ റീനൽ സ്റ്റോണിനും ഞാൻ നെക്സോമിക്ക വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കാറുണ്ട്. നല്ലപോലെ നല്ല പെയിനും കാര്യങ്ങളും പറഞ്ഞു വരുമ്പോഴത്തേക്ക് നെക്ക് ഓഫ് ദ ബ്ലാഡറിലാണ് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ പറയുവാണെങ്കിൽ വന്നിങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര പെയിൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോമിക്ക CMന്റെ 2 ഡോസ് കൊടുക്കും. അപ്പോഴത്തേക്ക് എന്നിട്ട് ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ റിപ്പീറ്റഡ് ഡോസ് 10 ഡ്രോപ്സ് വെച്ച് 2 hourly ഒക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരുപാട് കേസസ് സ്റ്റോൺ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ IVDPയിലും നെക്സോമിക്കയ്ക്ക് എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് 10mലാണ് എടുക്കുന്നത്. IVDP വന്നു കഴിഞ്ഞാൽ അതില് സിംറ്റം എന്ന് പറഞ്ഞാൽ എണീറ്റിരുന്നല്ലാതെ കട്ടിലെ കടന്ന് തിരിയാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ ബേസിക് സിംറ്റം. അതിനും നെക്സോമിക്ക നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പനി ഗ്യാസ്ട്രിക് ഫീവറുകൾ നമുക്ക് ലൂസ് മോഷനും ഛർദിലും പനിയും വെക്കുളിരും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നെക്സ് കൊടുക്കാം. അവിടെ ക്യാമ്പറൊക്കെ കൊടുത്തിട്ടും ക്യാമ്പറിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ നെക്സോമിക്ക ഞാൻ പനിയിൽ കൊടുക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെൽ സെലക്ടഡ് റെമഡി പോകുമ്പോഴും അത് 2 ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും കുറയുന്നില്ല, 3ാമത്തെ ദിവസവും കുറഞ്ഞില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് വന്നു കഴിയുകയാണെങ്കിൽ ആ ദിവസം 3ാമത്തെ വൈകുന്നേരത്ത് ഒരു ഡോസ് നെക്സോമിക്ക വെള്ളം കൊടുക്കും. പിന്നെ അതിനുശേഷം വേറെ ഒരു മരുന്നും കൊടുക്കില്ല. അത് കൊടുത്തിട്ട് പിന്നെ പേഷ്യൻസിന് ഇതിന് വേണ്ടിയിട്ട് PLO എല്ലാം കൊടുത്തുവിടും. അങ്ങനെ കൊടുത്തിട്ട് പറയും നിങ്ങൾ പനിയൊക്കെ അഥവാ രാത്രി കൂടിയാലും ഒന്നും ചെയ്യേണ്ട, ഈ മരുന്ന് തന്നെ 1 hour ഗ്യാപ്പിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഒരു ഡോസ് വെള്ളം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് നേരമ്പഴത്തേക്ക് 100-ൽ 95% പനി കേസും നമുക്ക് ഈ 3 ദിവസം കൊണ്ട് പനി മാറാത്ത കേസാണെങ്കിൽ നെക്സ്റ്റ് 1 hour കൊണ്ട് നല്ല റിലീഫ് കിട്ടാറുണ്ട്. എനിക്കത് ചേട്ടാ നിങ്ങളോടും പറയാനുണ്ട്. നമ്മൾ അക്യൂട്ട് കേസിൽ വെൽ സെലക്ടഡ് ബെല്ലോബ്രയോ ഏത് കൊടുത്തിരിക്കുന്നാലും ശരി തന്നെ നമ്മൾ കൊടുത്തിട്ട് പനി കുറയുന്നില്ല, 2 ദിവസം 3 ദിവസം കൊണ്ട് പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നെക്സോമിക്ക 1M ഒറ്റ ഡോസ് അത് കൊടുത്താൽ നല്ല ആക്ഷൻ കിട്ടും. ഇത്രയൊക്കെയാണ് നെക്സിനെ പറ്റി എനിക്ക് ഞാൻ കൊടുക്കുന്ന. ബാക്കി കൊടുക്കും ഗ്യാസ്ട്രിക് കംപ്ലൈൻസിനൊക്കെ, അതൊക്കെ പിന്നെ കോമൺ ആണ്, എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങളിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ 1-2 കേസസ് വേറെ നെക്സിനെ വിട്ടിട്ട് ബാക്കിയുള്ള കേസസ് ഞാൻ പറയാം. അതില് IVDPക്ക് 10M കൊടുക്കുന്നത്. ഇപ്പൊ പിന്നെ ഞാൻ ഇനി ഒരു യൂറിനറി ഇൻഫെക്ഷന്റെ കേസ് പറയാം. അതും ഇതുപോലെ ഇച്ചിരി നല്ലൊരു കേസാണ്. എങ്ങനെ വെച്ചാല് ഒരു 70 years ഓൾഡ് അമ്മ എൻ്റെ അടുത്ത് ഇവിടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അവർക്ക് ഏതാണ്ട് ഒരു 60 വയസ്സൊക്കെ ആയിട്ട് അവർ പിന്നെ റിട്ടയർമെന്റും കഴിഞ്ഞ് എവിടെ ഒരു യാത്ര പോയിട്ട് വന്നപ്പോഴാണ് ആദ്യമായിട്ട് അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. അത് 60 വയസ്സ് 10 കൊല്ലമായിട്ട് പിന്നെ 10
10 കൊല്ലമായിട്ട് അവർക്ക് റെക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ. അത് പറയാനുള്ള അവരുടെ അനന്തരവൻ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു വലിയ യൂറോളജിസ്റ്റ്. അവരൊക്കെ ഇപ്പൊ ഈ പനി ഇതുപോലെ പനി ആദ്യം ഫസ്റ്റിലെ വന്നപ്പോ യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര കുളിരും പനിയും വിറയലും എല്ലാം ഉണ്ടായി. പിന്നെ അവരെ മരുമോന്റെ അടുത്ത് പോയി മെഡിസിൻ ഒക്കെ കഴിച്ചു, ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങ് മാറി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസം അല്ലെ 3 മാസത്തിലൊരിക്കൽ അവർക്ക് റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. പനി അങ്ങ് മാറുന്നില്ല. അങ്ങനെ 10ാം കൊല്ലമായപ്പോ അവരുടെ മോന്റെ ഭാര്യ ഒരു കൊച്ചു കുട്ടി, അവരുടെ കൊച്ചുമോന്റെ കല്യാണത്തിനൊക്കെ ദൂരം കണ്ടു വെച്ചായിരുന്നു. അപ്പൊ അതിനെല്ലാം പോയി വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയി. പിന്നെ കുറെ ദിവസം അവര് ബെഡ് റിഡൻ ആയി പോയി. അത്രയ്ക്ക് ഭയങ്കര കൂടുതലായി പോയി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞില്ല അപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും ഇത് വന്നു. അപ്പൊ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടി പറഞ്ഞു, അമ്മമ്മ ഇങ്ങനെ വന്നോണ്ടിരുന്നാലേ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ മതി. ഞങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾക്ക് ആർക്ക് എന്ത് അസുഖം വന്നാലും ഞങ്ങൾ ഹോമിയോപ്പതിയാ കഴിക്കുന്നത്. അമ്മമ്മ ഒന്ന് ഹോമിയോപ്പതി കഴിച്ചു നോക്കി. ഇപ്പൊ 10 കൊല്ലമായിട്ട് അമ്മമ്മയ്ക്ക് അസുഖം എന്ന് പറയുന്നില്ല അമ്മമ്മ എന്നാലും. അപ്പൊ ഇവരാണ് ഹോമിയോപ്പതിയെ പറ്റി കേട്ടിട്ടുണ്ടെന്നല്ലാതെ അവരാരും ഹോമിയോപ്പതി യൂസ് ചെയ്തിട്ടുള്ളവരല്ല. അപ്പൊ അങ്ങനെ ഈ കൊച്ചു പറഞ്ഞത് കാരണം എന്നാ നോക്കാന്ന് പറഞ്ഞിട്ട് അവരെന്റെ അടുത്ത് വന്നു. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് അവര്. അത്രയും കാലം ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും എന്റെ ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിലും മുന്നോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. അപ്പൊ ഈ കൊച്ചു നിർബന്ധിച്ച് പറഞ്ഞു, അവിടെ ഒരു ഡോക്ടറുടെ ബോർഡ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോകാൻ പറഞ്ഞു. ആ കുട്ടി തന്നെ അമ്മമ്മ ഇനിഷ്യേറ്റീവ് എടുത്ത് വിളിച്ചോണ്ട് വന്നു. കൊച്ചു മരുമോടെ കൂടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം വന്നിച്ച് അവര് പറഞ്ഞ കാര്യമാണ് ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പൊ പനി വരുന്നത് ഇപ്പോഴങ്ങനെന്ന് വെച്ചാൽ പനി വരത്തില്ല, അവർക്ക് അങ്ങനെ വലിയ ഇതായിട്ടില്ല. ഈ 1-2 പ്രാവശ്യം ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ വന്നത്. മറ്റേത് ഇത് തുടങ്ങുമ്പോ തന്നെ അനന്തരവൻ അങ്ങ് പിന്നെ മരുന്ന് കൊടുക്കുന്നത് കാരണം പനി വരാറില്ല. ഇപ്പോഴും അത് തുടങ്ങി. അപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്സ് കൊടുക്കണം, കഴിച്ചു തുടങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ. പക്ഷെ ആ കൊച്ചു സമ്മതിക്കാതെ അവർ വിളിച്ചിവിടെ കൊണ്ടുവന്നപ്പോ വന്ന് ഞാൻ കേസ് ഒക്കെ ചോദിച്ച് കേസ് എടുത്തപ്പോ നമ്മുടെ സബ്സെപ്പറിലാണ് സിംറ്റം ആണ്. പെയിൻ, കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ, പിന്നെ ഫ്രീക്വൻസി ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ബാത്റൂമിൽ തുടങ്ങാൻ സമയമില്ലാത്ത ആ രീതിയിലാണ്. പോയിട്ട് വരും, തിരിച്ചു വരും, പിന്നെയും കയറും, അങ്ങനെ പോകും. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിന്നെ ഞാൻ ചോദിച്ചു കൾച്ചർ ചെയ്യുമ്പോ അതൊക്കെ എന്തുകൊണ്ടൊക്കെ വരും എനിക്കറിയത്തില്ല, അവനാണ് അതെല്ലാം നോക്കുന്നത്, അതനുസരിച്ച് എനിക്ക് മരുന്ന് തരികയും ചെയ്യുന്നതൊക്കെ അവനാണ്. അതുകൊണ്ട് എന്തുവാ ഓർഗാനിസം എന്നൊന്നും അവർക്കറിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒന്ന് പോകുന്ന വഴിക്ക് ഒന്ന് കൾച്ചർ റുട്ടീനും കൊടുക്ക്, കൾച്ചറും കൊടുക്ക്, എന്നിട്ട് പിന്നെ എന്നെ വിവരം അറിയിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴത്തെ സിംറ്റം അനുസരിച്ചുള്ള മരുന്ന് കൊടുത്തു. കൾച്ചർ കിട്ടണമെങ്കിൽ 48 hours കഴിയണമല്ലോ. എന്തായാലും മരുന്ന് കൊടുത്തത് ഞാൻ സരസപ്പരില 200 കൊടുത്തു. ഇക്യുസിറ്റം ടിഞ്ചർ റിപ്പീറ്റഡ് ആയിട്ട് 3 പ്രാവശ്യം ടിഞ്ചറും കഴിച്ച് ദിവസപ്പല്ല 2 നേരവും കഴിക്കാൻ പറഞ്ഞത് കൊടുത്തു. അപ്പൊ എന്തായാലും ഒരു 3rd ഡേ റിസൾട്ടുമായിട്ട് വന്നു. റിസൾട്ടുമായിട്ട് വന്നപ്പോൾ അവനോട് പറഞ്ഞു, 2 ദിവസം കൊണ്ട് എന്റെ പെയിനും ഫ്രീക്വൻസിക്കും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റേ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നതിനേക്കാളും എളുപ്പം എനിക്ക് ഇതിന് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അപ്പം 3rd ഡേ കൊണ്ടുവന്നപ്പോ അതിനകത്ത് വന്നിരിക്കുന്ന പ്രോട്ടിയസ് ആണ് ബാക്ടീരിയ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രോട്ടിയസ് നമുക്ക് മരുന്നുണ്ടല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ശരി മരുന്നുണ്ട്, നമ്മളിത് തരാം, മെഡിസിൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് സരസപ്പരിലെയും ഇതും നിർത്തിയില്ല. ഞാൻ പ്രോട്ടിയസിന്റെ 30 ഡെയിലി 3 ഡോസ് വെച്ച് കൊടുത്തു. 10 ദിവസം കഴിഞ്ഞിട്ട് സിംറ്റംസ് എല്ലാം 5ാം ദിവസം അവർ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് സിംറ്റംസ് എല്ലാം നല്ല കുറവുണ്ട്, ഞാൻ ഓക്കെ ആയി. ഞാൻ പറഞ്ഞ 5 ദിവസം കൂടെ ഈ മരുന്ന് മാത്രം 2 നേരം വെച്ച് കഴിച്ചിട്ട് ഒന്നുകൂടെ കൾച്ചർ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കൾച്ചറും കൊണ്ട് വന്നപ്പോഴത്തേക്ക് അത് കോളനി കൗണ്ട് 1.5 lakhs എബോവ് ആയിരുന്നു. അപ്പം ഇത് 10 ദിവസം കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്കും അറിയണമല്ലോ നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത്. 10 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തു. 10 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് സിംറ്റം എല്ലാം ഇല്ലെങ്കിൽ പോലും കോളനി കൗണ്ട് 20,000 അത്രയേ ഉള്ളൂ. അത്ര നല്ല വ്യത്യാസം പക്ഷെ ഉണ്ട്, പോയിട്ടില്ല, കംപ്ലീറ്റ് മാറിയില്ല. ഞാൻ പറഞ്ഞൊരു 10 ദിവസം കൂടെ മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രോട്ടിയസിന്റെ 200 കൊടുത്തു. പ്രോട്ടിയസ് 200 കൊടുത്തേച്ച് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് നോ ഓർഗാനിസം ഐസൊലേറ്റഡ്, അതാണ് റിസൾട്ട്.
അപ്പൊ അവർക്ക് നല്ല ഇതായി. ഞാൻ പറഞ്ഞത് അനന്തരവനെ കാണിയില്ലേ ഈ റിസൾട്ടുകൾ. അപ്പൊ ഞാൻ പറഞ്ഞത് നിർത്തരുത്, മരുന്ന് നിർത്തരുത്. ഞാൻ അന്നത്തെ ദിവസം പ്രോട്ടീസിന്റെ തന്നെ 1 ml ഒരു ഡോസ് കൊടുത്തേച്ച് അടുത്ത ആഴ്ച തൊട്ട് 2 ആഴ്ചക്ക് ഒരിക്കല് തൂജ 1 ml കൊടുത്തു. അതും കഴിഞ്ഞ് അങ്ങനെ ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് തൂജ 10 ml ഒരു ഡോസും കൂടെ കൊടുത്ത് ആ കേസ് മെഡിസിൻ നിർത്തി. 3 മാസത്തോളം മെഡിസിൻ ഇങ്ങനെ ഈ രീതിയിൽ കൊടുത്ത് 3 മാസം മരുന്ന് കൊടുത്ത് മെഡിസിൻ നിർത്തി. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ ഏകദേശം 5 കൊല്ലത്തോളമായി. അവർക്ക് ഇതുവരെ ഒരു പ്രാവശ്യം പോലും പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല. അപ്പൊ ആന്റിബയോട്ടിക്സിൽ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു 3 മാസത്തെ മെഡിക്കേഷന് ശേഷം പിന്നെ അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. അവരുടെ ആ കൊച്ചു മരുമോൾ ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവന്റെ കുഞ്ഞിനെ ഒക്കെ കൊണ്ട് ഇപ്പൊ വരും. അതുകൊണ്ട് എനിക്ക് അറിയാം ആ കേസ്. അവരിടയ്ക്ക് ഇതുപോലെ കൊച്ചു പിള്ളേരുമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്ര നല്ല ആക്ഷൻ നമ്മുടെ ഈ പ്രോട്ടിയസിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോട്ടിയസ് ക്ലെപ്സില്ല ന്യൂമോണിയ ആണ് ഓർഗാനിസം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന മരുന്ന് സ്പോഞ്ചിയ ടിഞ്ചറാണ്. സ്പോഞ്ചിയ ടിഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലെപ്സില്ലാണ്. പിന്നെ ബാക്കി സിംറ്റമാറ്റിക് റെമഡി കൊടുക്കും. നമ്മുടെ കാന്താരിസോ വേറെ എന്താണ് അതിന്റെ അപ്പോഴത്തെ സിംറ്റം ഏത് വരുന്നു അതേപോലെ ക്ലിമാറ്റിസ്, പിന്നെ എക്യുസിറ്റം, സെൻസപ്പറില, ഇതൊക്കെ മെഡിസിൻസ് അതിന്റെ അപ്പോഴത്തെ അക്യൂട്ട് സിംറ്റംസ് ഏതാണോ അത് കൊടുക്കുന്നതിനോടൊപ്പം സ്പോഞ്ചിയ ടിഞ്ചറും കൂടെ കൊടുക്കാറുണ്ട്. സ്പോഞ്ചിയ ടിഞ്ചർ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരാതിരിക്കാനായിട്ട് ഒന്നുകിൽ തൂജ അല്ലെങ്കിൽ മെഡോർണ. അത് പേഷ്യന്റ് ചില്ലി ഹോട്ട അതൊക്കെ നോക്കി അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് കൊടുക്കാറുണ്ട്. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ. പിന്നെ അതുപോലെ തന്നെ വേറൊരു നമ്മുടെ ഇതിനകത്ത് ഈ പ്രോട്ടീൻസ് പറഞ്ഞപ്പോൾ അതുപോലെ നമ്മുടെ ബവൽ നോസോഡിലുള്ള ഒരു ബാസില്ലസ് 7 എന്ന് പറയുന്ന മെഡിസിൻ പിന്നെ ഭയങ്കര നല്ല ആക്ഷൻ കിട്ടുന്ന ഒരു മരുന്നാണ്. പിന്നെ അതില് നമുക്ക് ഭയങ്കരമായിട്ട് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫാറ്റിഗ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ സ്ത്രീകൾക്കൊക്കെ ഓഫീസും വർക്കും ഇതും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും ഓഫീസിലൊക്കെ പോയിട്ട് വൈകുന്നേരങ്ങളിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് ഓരോ ഡോസ് ഇത് കൊടുത്തിരുന്നാൽ അവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള കേസസിലും ആർത്രൈറ്റിസിന്റെ കേസസിലും ഒക്കെ നമുക്ക് നല്ല നല്ല ആക്ഷൻ കിട്ടും. ബാസില്ലസ് 7 അതും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. പിന്നെ വേറൊരു കണ്ടീഷൻ കണ്ണിന്റെ. അതിൽ എനിക്ക് ഒരു 28 വയസ്സുള്ള ഒരു കുട്ടി, അവൾക്ക് IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് കണ്ണിൽ വളരെ ചെറുപ്പത്തിലെ മയോപ്പിയ ഉള്ള കേസാണ്. പക്ഷെ ആ കുട്ടിക്ക് കുറച്ചു നേരം പോലും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ബാസിലസ് ഡോസേജ് ബാസിലസ് 7 200 ഡെയിലി ഓരോ ഡോസ് മതി. എൻ്റെ കൂടെ ഡെയിലി 1 or 2 അത്രയും മതി. അപ്പം പിന്നെ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഈ കുട്ടിക്ക് എന്താ പറയുക മയോപ്പിയ കൊണ്ട് ഭയങ്കര ഹെഡേക്ക് എന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര ഹെഡേക്ക്. അതിന് സിസ്റ്റത്തിൽ ഒരു 10 മിനിറ്റ് നോക്കാൻ വയ്യ. അപ്പം കണ്ണിലങ്ങ് ഇത് വരികയും നോഷ്യായും വെർട്ടിഗോയും എല്ലാം വരും. അങ്ങനെ അതിന്റെ ജോലിക്ക് തന്നെ അത് എഫക്റ്റഡ് ആയി ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ടാണ് ഇതുപോലെ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഒരുപാട് മെഡിസിൻസ് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഒത്തിരി കഴിച്ചു. അങ്ങനെ ഞാൻ അതിനടുത്ത് കേസൊക്കെ നോക്കിയപ്പോ ഈ ഒരു കണ്ടീഷൻ പതോളജിക്കൽ കണ്ടീഷനിലേക്ക് അങ്ങ് പോകുന്ന പോലുള്ള ഒരു രീതി. പിന്നെ അപ്പൊ അത് കണ്ണിന്റെ ഐ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പറഞ്ഞ് എന്തോ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും, കൂടുതൽ ഐ സ്ട്രെയിൻ കൊടുക്കരുത്, അല്ലെങ്കിൽ കാഴ്ച പോകും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു. ഞാനപ്പം നോക്കിയപ്പോഴത്തേക്കും നമ്മൾക്ക് മെഡിസിൻ കൊടുക്കാൻ സിംറ്റംസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു മെയിൻ സിംറ്റം എന്ന് പറഞ്ഞത്
കണ്ണിന്റെ മുമ്പിലൂടെ ഇങ്ങനെ ഫ്ലാഷ് പോലെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വൈറ്റ് സ്പോട്സ് ഇങ്ങനെ ബിഫോർ ദ ഐസ് നല്ലപോലെ കാണാൻ പറഞ്ഞു. പിന്നെ അപ്പൊ ഞാനത് അത് വെച്ചിട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് ഭയങ്കര സ്വെറ്റിംഗ് ആണെന്ന് പറഞ്ഞു, എക്സസീവ് സ്വെറ്റിങ്. അതും ഇതും എല്ലാം കൂടെ ഞാൻ വെച്ച് നോക്കി. നമ്മുടെ ജബറന്തി പൈലോകാർപ്പസ് അത് ആ മെഡിസിൻ കിട്ടി, അത് കൊടുത്തു. അത് 200 റിപ്പീറ്റഡ് ഡോസില് പിന്നെ നല്ലപോലെ നന്നായിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് 1 മാസം ഞാൻ റിപ്പീറ്റ് ചെയ്ത് 200. അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത് റിപ്പീറ്റ് ചെയ്തു. പക്ഷെ ആ 1 മാസം ആ മരുന്ന് കൊണ്ട് മാത്രം, റൂട്ടയൊക്കെ കൊടുക്കണം, റൂട്ടയിലൊന്നും ആക്ഷൻ കിട്ടിയില്ല. ആദ്യം ഞാൻ റൂട്ടയൊക്കെ കൊടുത്തു നോക്കിയായിരുന്നു, അതിലൊന്നും ആക്ഷൻ കിട്ടിയില്ല. പിന്നെ ഈ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പൈലോകാർപ്പസിൽ നല്ല ആക്ഷൻ കിട്ടി, നന്നായിട്ടത് പിന്നെ മാറുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ആ കുട്ടിക്ക് എല്ലാ ദിവസവും ഇതായിട്ട് എടുക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. വർക്കിംഗ് ഒക്കെ ഓഫീസിലൊക്കെ പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ പോരെ ധനേഷ് ഡോക്ടറെ? വളരെ എന്തോ നന്നായിട്ടുണ്ട്. അശോക് കുമാർ ഡോക്ടറെ ഉണ്ടല്ലോ. ബാക്കി നമുക്ക് ഡിസ്കഷൻ ഭാഗത്തേക്ക് പോകാം. പ്രത്യേകിച്ച് ഈ ബബൽ നൊസോഡ്സിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, ബാസിലസും പ്രോട്ടിയസും ഒക്കെ. അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചാറ്റ് ബോക്സിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ഒരുപാടൊന്നും അറിഞ്ഞൂടാ, ഞാൻ കൂടുതലായിട്ട്. പക്ഷെ ഇന്ന് ഇങ്ങനത്തെ 2-3 മെഡിസിൻസ് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. മറ്റേത് കൂടുതൽ അങ്ങോട്ട് ഇറങ്ങി പഴിച്ചു. ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അതിനകത്ത്. എനിക്കൊരു സംശയം, ഇത് ഏത് കമ്പനിയുടെയാണ് നമുക്ക് ഈ ബാസിലസും പിന്നെ പ്രോട്ടിയസും ഒക്കെ കിട്ടാൻ? അത് എല്ലായിടത്തും പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, സെന്റ് ജോൺസ് ആണ്. അല്ല, ഈ ബക്സൺ ഒന്നും അതൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ബക്സൺ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെന്റ് ജോർജ് ആണോ ഡോക്ടറെ? അതോ സെന്റ് ജോൺസ്? സെന്റ് ജോർജ് അല്ലേ? സെന്റ് ജോർജ്. എനിക്ക് എപ്പോഴും അതെ, സെന്റ് ജോർജിൽ കിട്ടും. അങ്ങനെ സെന്റ് ജോർജിൽ എല്ലാം കിട്ടാറുണ്ട് പൊതുവെ. റയർ മെഡിസിൻസ് ഒക്കെ പഴയ കമ്പനി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകാറുണ്ട്. ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. സംശയങ്ങൾ ചോദിക്കാനുള്ളത് ദയവായി ചോദിക്കാം. അശോക് കുമാർ ഡോക്ടർ മൊബൈലിലൂടെയാണ് കയറിയിരിക്കുന്നത്? അതെ, ഞാൻ മൊബൈലിലാണ്. ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്യുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടേ ഉള്ളൂ, വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്താൽ. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും തുടങ്ങി വെക്കാം. എന്തായാലും ഒരിക്കൽ കൂടി ഭാഗ്യലക്ഷ്മി ഡോക്ടർ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ IFPHന്റെ ഒരു ഭാഗ്യലക്ഷ്മി കൂടിയാണെന്ന്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് പ്രോഗ്രാം കഴിഞ്ഞ് മലയാളം തുടങ്ങുമ്പോൾ 75 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായിരുന്നത്. അടുത്ത 10 മിനിറ്റ് കൊണ്ട് 75 എന്നുള്ള 150ലേക്ക് എത്തി എന്നുള്ളതാണ്. 190 വരെ പോയി. അല്ല, അപ്പൊ അത് വിതിൻ 10 മിനിറ്റ്സ് ഡബിൾ ആയെന്നുള്ളതാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർ തീർച്ചയായിട്ടും പഠിക്കാനുള്ള സന്നദ്ധതയുള്ളവരാണ്, അറിയാൻ ആഗ്രഹമുള്ളവരാണെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. അതോടൊപ്പം തന്നെ ഊത്തുകാട് സോങ്സ് ഒരു പാട്ടുണ്ട്, അതിനകത്തൊരു ഇതുണ്ട്, എന്നെ തപൻ ചെയ്തിട്ട് യശോദ എന്ന്. അത് നീ യശോദയെ കുറിച്ച്, യശോദയുടെ ഭാഗ്യത്തെ കുറിച്ചാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ഈ ഡോക്ടർമാർ ചോദിക്കുകയാണ്, ഇത്രയും വളരെ റിച്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ നിങ്ങൾ എന്ത് ഭാഗ്യം, എന്ത് തപസ് ചെയ്യുന്നുള്ളതാണ്. IFPH എന്ന ഒരു ഇതിലൂടെ ഇത്രയും ഇൻഫർമേഷൻസ് വളരെ ഫ്രാങ്ക് ആയിട്ട്, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അങ്ങനെയാണ്, കൃത്യമായിട്ട് എത്ര ഡോസ് കൊടുത്തു, എങ്ങനെ മരുന്ന് കൊടുത്തു, എന്തൊക്കെ കൊടുത്തു എന്ന് പറയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ ഡോക്ടറെ. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടേ. താങ്ക് യു ഡോക്ടറെ. അതെ, ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ ഡോക്ടർ വരുമെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ റെഡിയാക്കി വെച്ചേക്കായിരുന്നു കേസ്. പക്ഷെ അത് ഡോക്ടർ കുറച്ചൊക്കെ അത് ടച്ച് ചെയ്ത്. എനിക്ക് 1-2 കേസുകളുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ആണ്, അത് ക്രോണിക് ആണ്. മെഡിസിൻ കൊടുത്തിട്ട് എല്ലാം മാറി, പേഷ്യന്റ് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ചെക്ക് ചെയ്യുമ്പോ ന്യൂമറസ് അത് കാണിക്കുന്നു. ന്യൂമറസ് കാണിക്കുന്നു. അല്ല, പക്ഷെ അത് അപ്പോഴങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്ത് നോക്കണം.
പിന്നെ കൾച്ചർ റിസൾട്ടിൽ കൾച്ചർ കൾച്ചർ അല്ല കൾച്ചർ നോക്കി, പക്ഷേ കൾച്ചറിനെ ഇങ്ങനെ ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഇത് ഇപ്പോഴാണ് ഒരു ഐഡിയ തുറന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. അയ്യോ കൾച്ചർ വേണം. നമുക്ക് ആന്റിബയോട്ടിക് ഏത് ആന്റിബയോട്ടിക് ആണ് എന്ന് ഉപയോഗിക്കാന്നല്ല അറിയാൻ പറ്റില്ല അതിനകത്ത്. ആന്റിബയോട്ടിക് എന്റെ അല്ലല്ലോ, നമ്മുടെ മരുന്ന് ഇതുപോലെ ഉപയോഗിച്ചൂടെ? നമുക്ക് ഈ കോള വന്നു കഴിഞ്ഞാൽ ഈ കോളയാണ് വരുന്നത്, മിക്കവാറും ഈ കോള ആയിരിക്കും വരുന്നത്. ഞാനത് പറയാൻ വിട്ടുപോയി. ഈ കോള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളിബാസിലിനം ഈ കോളയിൽ നിന്ന് എടുക്കുന്ന മരുന്നാ. കോളിബാസിലിൻ എടുത്തുണ്ട്. കോളിബാസിലിനെ കൊടുത്ത ഒരു കേസിൽ അതെനിക്ക് വേറെ ഡോക്ടറാണ് കോളിബാസിലിനെ കൊടുത്തു നോക്കാം. പക്ഷെ അത് ഇനി 30 ആണ് കിട്ടിയത്. അദ്ദേഹം അതിനേക്കാൾ ലോ പൊട്ടൻസിയാ പറഞ്ഞത്. പക്ഷെ അത് എത്തില്ല. കോളിബാസിലിനെ കൊടുത്തില്ല. 200 ഒക്കെ കിട്ടും ഇപ്പം. കോളിബാസിലിൻ 200 30 ഒക്കെ ഉണ്ട്. അത് കൊടുത്തിട്ട് തൂജ അല്ലെങ്കിൽ മെഡോറിനം, ഈ 2 മെഡിസിന് നമ്മുടെ സൈക്കോട്ടിക് റെമഡി റെക്കറന്റ് ആയിട്ട് ഇത് വരുന്നതിന് ഈ 2 റെമഡി എന്തായാലും കൊടുത്താൽ അത് മതി. ഭയങ്കര അല്ല തൂജ മെഡോറിനൊക്കെ ഏത് പൊട്ടൻസിയാ ഡോക്ടർ കൊടുക്കുന്നത്? ഞാൻ വണ്ണമ്മ കൊടുക്കുന്നത്. തൂജയുടെ വന്നു കഴിഞ്ഞാൽ വണ്ണമ്മ ആഴ്ചയിൽ ഓരോ ഡോസ് വീതം തൂജ വണ്ണമ്മ, അങ്ങനെ 1 മാസം. തൂജ 10 ആകുമ്പോ അങ്ങനെ ആഴ്ചക്ക് ഒരിക്കൽ അത് കൊടുക്കും. 10 ആകുമ്പോ 2 ആഴ്ചക്ക് ഒരിക്കൽ കൊടുക്കും. 3ാമത്തെ മാസം പിന്നെ 50 ഒരു ഡോസും കൊടുക്കും. അങ്ങനെ CM-ലോട്ട് പോയിട്ടില്ല. അങ്ങനെ കൊടുത്ത് നിർത്തും. പക്ഷെ ഈ കേസിലൊന്നും എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഡോക്ടറെ ഇതാണ് ഗുരുമുഖം എന്ന് പറഞ്ഞത്. ഞാൻ ഒറ്റ ഡോസ് കൊടുത്തിട്ട് പിന്നെ അവസാനിപ്പിച്ചു. അതാണ് പറ്റിയത്. അതൊക്കെ പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ ആളുകളുടെ രീതിയും വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുമ്പോഴേ നമുക്ക് അതിനുള്ള ആക്ഷൻ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കൾച്ചറിന് കൊടുക്കണം. അപ്പൊ അവര് ചോദിക്കും നിങ്ങൾക്ക് കൾച്ചർ എടുത്ത് എന്ത് ചെയ്യണം? കൾച്ചർ എടുത്ത് നമുക്കും ആവശ്യമുണ്ടെന്ന് പറയണം. അത് നമ്മൾ ഒരു മരുന്ന് കൊടുത്ത് നമ്മൾ സിംറ്റമാറ്റിക് കൊടുത്താൽ പോലും. അതെ ഡോക്ടർ, കൾച്ചർ നമ്മുടെ കൾച്ചർ ആക്കണമെന്ന് ഡോക്ടർ പറയുന്നത്. പൈലോകാർപ്പസിന്റെ പൊട്ടൻസി ചോദിച്ചിട്ടുണ്ട്. പൈലോകാർപ്പസ് 200. ഓക്കെ, ഞാൻ കൊടുത്ത 200. കോളിബാസിലിനോ അല്ലേ ഈ കോളേജ്? അതെ, കോളിബാസിലിനം. ഡോക്ടറെ അശോക് കുമാർ ഡോക്ടറെ, ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡോക്ടർ കാണാൻ പറ്റൂ? കാണാം. അതില് മാഡം ഇടയ്ക്ക് ഒരു സ്പോഞ്ചിയ പറഞ്ഞത് ടിഞ്ചർ ആയിരുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെ, സ്പോഞ്ചിയ ടിഞ്ചർ, സ്പോഞ്ചിയ പൊട്ടൻസി അല്ല, സ്പോഞ്ചിയ ടിഞ്ചർ. അത് യൂറിനറി ബ്ലാഡർ അടിച്ച് അതിൽ ഈ ക്ലബ്സെല്ലാക്കി. അത് നമ്മുടെ ഡോക്ടർ ചന്ദ്രശേഖരൻ സാർ ഉണ്ടല്ലോ, ചന്ദ്രൻ സാറ്, അദ്ദേഹത്തിന്റെ ടിപ്പാ. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ എനിക്കത്. ഡോക്ടർ ഒരു ചോദ്യം കൂടെ, ചന്ദ്രശേഖരൻ സാർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റൂ? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ പുള്ളി ഇത് അദ്ദേഹത്തിന്റെ സെമിനാറിൽ അങ്ങാണ്ട്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ എനിക്ക് എത്തപ്പെടാൻ നോക്കുന്ന സെമിനാറുകളൊക്കെ വരുന്നിടത്ത് ഞാൻ പോകാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടാറുണ്ട്. ആദ്യം നെക്സോമിക്കായും എനിക്ക് ഏതോ ഒരു സെമിനാറിൽ നിന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്. പക്ഷെ ഇത് ചന്ദ്രൻ സാറിന്റെ തന്നെയാണ്. ചന്ദ്രൻ സാറിന് പറ്റുമോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചന്ദ്രൻ സാറിന്റെ അടുത്തുള്ള മറ്റേ ഗീത എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ ഗീതയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. നന്ദകുമാറിനോട് ഞാനും ചോദിക്കാം. നന്ദകുമാർ പരിചയമുള്ളതാണ്, കൊട്ടാരക്കരയുള്ളതാണ്. അതെ, അപ്പൊ അവരോട് ചോദിക്കാം. പിന്നെ ചന്ദ്രൻ സാറിന് അടുത്തും ഞാൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ പിന്നെ അപ്പൊ അല്ല ഡോക്ടർ, ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പ് ഒരാളുടെ പോയി ഓൺ ചെയ്തിരുന്നാൽ സാറ് സംസാരിക്കുമെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. 9 മണി സമയത്തെ ഒന്ന് തിരക്കാം ഡോക്ടർ. ഓക്കെ, തിരക്കി പറയാം. ചന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്നൊക്കെ ഉള്ള ഇതൊക്കെ ടിപ്സ് ഒക്കെ വെച്ച് എന്തുമാത്രം കേസസ് നമ്മള് സക്സസ് ആക്കിയിരിക്കുന്നത്. സാറിന്റെ വായിൽ നിന്ന് ഒരു മൊഴി കിട്ടിയാല് അത് വെറുത്തല്ലേ, വെറുത്ത്. സാർ പക്ഷെ ഇപ്പൊ സെമിനാർ ഒന്നും എടുക്കുന്ന കാണുന്നില്ല. പണ്ട് തിരുവനന്തപുരത്ത് ധാരാളം ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അല്ല അതെ, പിന്നെ നമുക്ക് സാറിന് ഇപ്പം ആരോഗ്യമില്ല. സാറ് സൺഡേ ക്ലിനിക്കും ഉണ്ട്. സാറ്റർഡേ ആണ് സാറിന്റെ ഓഫ് എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഡോക്ടറെ നമുക്ക് 9 മണിക്കല്ലേ? അതല്ല ഡോക്ടറെ, പിന്നെ സാറിന് ഇപ്പം ഫിസിക്കലി ഇത്തിരി വീക്ക്നെസ്സോ വെർട്ടിഗോയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാറ് ഒത്തിരി സമയം ഇപ്പൊ 10 മണി വരെയൊക്കെ ഇരിക്കുമോ എന്നുള്ളത് അറിയില്ല. അതാണ് ഫിസിക്കൽ വയ്യായ്മ കൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഇതിലൊന്നും വരാത്തതെന്നാണ് എന്റെ അറിവ്.
എന്തായാലും അദ്ദേഹത്തിന് ഒന്ന് കിട്ടിയാൽ ഒരു ദിവസം 1 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ Okay. അങ്ങനെ ഏലിയാമ്മ ഡോക്ടർ സംസാരിക്കൂ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഒരു അനുഭവം പറയാൻ വേണ്ടിയാ വിളിച്ചേ. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഞാൻ മാഡത്തിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഈ ഓർമ്മ, ഈ ശക്തി, ഇതെല്ലാം എങ്ങനെയാ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരനുഭവം എനിക്കുണ്ട്, അത് ഞാൻ പറയാം. അതായത് 2 കൊല്ലം മുമ്പ്, അതായത് നമ്മുടെ കോവിഡ് സീരിയസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ലണ്ടനിൽ നിന്ന് ഒരു ഫോൺ കോൾ കിട്ടി. എനിക്കറിയാവുന്ന ആള് തന്നെ. അവിടെ ഒരു കൊച്ചിന്, അതിന്റെ കൊച്ചിന് ആകെ ഒരു കൊച്ചേ ഉള്ളൂ, അതിന് കണ്ടിന്യൂസ് ഫീവറാണ്, കോവിഡ്. അവിടെ ഡോക്ടേഴ്സിനെ കാണിക്കും, ഇറ്റ്സ് ഓൺലി വൈറസ് എന്ന് പറഞ്ഞ് അവർ ഒരു മരുന്നും കൊടുക്കത്തില്ല, ഇവിടുത്തെ പോലെ ആന്റിബയോട്ടിക്സ് ഒന്നും അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് പാരാസിറ്റമോൾ കൊടുത്തു. ഒരാഴ്ചയൊന്നും അല്ല, അതിലൊക്കെ ഏറെ നാളുകളായി പനി വിടുന്നില്ല. അപ്പൊ ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോ ഞാൻ സിംറ്റം ചോദിച്ചിട്ട് കൊച്ചിന് ഒന്നും തന്നെ പറയാൻ വരുന്നില്ല. ഭയങ്കര ഗൽഗത വാക്കുകൾ, ഇത്രയും ദിവസമായിട്ട് കൊച്ചിന് പനി വിടുന്നില്ല. അപ്പൊ അങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിച്ചിട്ട് എനിക്കാണ് അതിലെപ്പോഴാള്. അപ്പൊ ഒന്നും കിട്ടുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, കൊച്ചിന്റെ നാക്കൊന്ന് അവിടെ ഇവിടെ ലണ്ടനിൽ നിന്ന് കാണിക്കുക, കൊച്ചിന്റെ ടങ്ങൊന്ന് വായെന്ന് തുറക്കാൻ പറഞ്ഞു. കൊച്ചിന്റെ വാ തുറന്നപ്പോഴുണ്ടല്ലോ, ടങ്ങിന്റെ പോസ്റ്റീരിയർ സൈഡും ആ ടങ് പോസ്റ്റീരിയർ സൈഡും മുഴുവൻ വൈറ്റ്, പ്യുവർ വൈറ്റ്, താഴെ റെഡ്. എനിക്കൊരു ഇൻഡിക്കേഷൻ കിട്ടി ഇത് നെക്സോമിക്കയാണ്. പക്ഷെ ഞാൻ നെക്സോമിക്ക ഒരു പനിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ. ഞാൻ വിചാരിച്ചു ഏതായാലും ഇതൊരു കറക്റ്റ് ഇൻഡിക്കേഷൻ ആണല്ലോ, ഇതൊരു ടോട്ടാലിറ്റി ആയിട്ട് എടുക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു പോയി കടയിൽ പോയി നെക്സോമിക്ക തെരപ്പി മേടിക്കാൻ പറഞ്ഞു. അവർ ഓടിപ്പോയി. ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ ഇച്ചിരി സൾഫർ ഇട്ട് കൊണ്ടോടെ മേടിച്ചോളാം. അവർ ഓടിപ്പോയത് ഒരാഴ്ചയൊന്നും അല്ല, കുറെ അധികം ദിവസങ്ങൾ കഴിഞ്ഞായി പനി കണ്ടിന്യൂസ് നിൽക്കുന്നു. അവർ ഓടിപ്പോയി നെക്സോമിക്ക മേടിച്ച് കൊടുത്തു. പിറ്റേ ദിവസം വൈകുന്നേരം എന്നോട് വിളിച്ചു പറയാ, ഡോക്ടറെ കൊച്ചിന്റെ പനി പോയെന്ന്. എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഞാൻ പിന്നെ ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല ഇപ്പൊ ഒന്നുമില്ല, അവിടെ ടെമ്പറേച്ചർ നോർമലായി എന്ന് പറഞ്ഞു. ശരി, ഒരു ദിവസം കൂടെ കൊടുത്തിട്ട് മകള് സൾഫർ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവന് ഞാൻ അത് കഴിഞ്ഞ് അതിന് സിംറ്റം ഒക്കെ പറയാൻ അവരെ കൊണ്ട് പറ്റുമായിരുന്നു. ആ സമയത്ത് ഒരു സിംറ്റം പറയാൻ പോലും അവർക്ക് പറ്റത്തില്ലായിരുന്നു, അത്ര ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ ഒരു വിവരമൊക്കെ ചോദിച്ചപ്പോൾ ആ കൊച്ചിന്റെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു, നിരങ്ങി ബെഡേ നടക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നെക്സോമിക്ക കണ്ടിന്യൂ ചെയ്തു, ഇടയ്ക്ക് സൾഫറും കൊടുത്തു. പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ കൊടുത്തു. ആ കൊച്ച് രക്ഷപ്പെട്ടു. മാഡം ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ആ കൊച്ചിന്റെ ടങ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അത് ഓർത്ത് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അതെ. ഓക്കെ മാഡം. ഡോക്ടർ എബ്രഹാം വൈദ്യൻ. എബ്രഹാം വൈദ്യൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ഡോക്ടറെ പറഞ്ഞപ്പോഴേ ക്ലെപ്സീലിയയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ക്ലെപ്സീലിയ പിന്നെ എന്ത് കണ്ടീഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരുന്നോ അതോ ന്യൂമോണിയ കേസ് ആയിരുന്നോ എന്നറിയാൻ വേണ്ടി. അല്ല, യൂറിൻ കൾച്ചർ ചെയ്തതിനകത്ത് ക്ലെപ്സീലിയ ന്യൂമോണിയ എന്ന് പറഞ്ഞു വരും. ഓക്കെ. അപ്പൊ അതിലും നമ്മള് ക്ലെപ്സീലിയ തന്നെ കൊടുക്കാറുണ്ട്. ക്ലെപ്സീലിയ 30 അതുണ്ട് സാറേ. അതുകൊണ്ട് ക്ലെപ്സീലിയ 30 തന്നെ ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ പെട്ടെന്ന് ആക്ഷൻ കിട്ടണം. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ക്ലെപ്സീലിയ 30 കൊടുക്കാം നമുക്ക്. പക്ഷേ ഈ പെട്ടെന്ന് യൂറിൻ അങ്ങ് ഫ്ലഷ് ഔട്ട് ചെയ്ത് വിട്ട് ആ ബാക്ടീരിയ മുഴുവൻ പുറത്ത് കളയണമെങ്കിൽ നമ്മൾ സ്പോഞ്ചിയ ടിഞ്ചറൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആക്ഷനാണ്. ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു. താങ്ക്സ്. നമ്മള് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും സ്പോഞ്ചിയ ഓർക്കത്ത് പോലും ഇല്ലല്ലോ. ഇല്ല. നമ്മള് സ്പോഞ്ചിയ പറയുമ്പോ നമ്മള് തൈറോയിഡും ലങ്സും ഒക്കെ അല്ലേ ഓർക്കുള്ളൂ. പക്ഷെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അത് നമ്മള് വേറെ എങ്ങും ഇതായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ചന്ദ്ര സാറിന്റെ ഇതാണ്, ടിപ്പാണത് അടിച്ചത്. ഡ്രെയിനേജ് റെമഡി എന്നോ മറ്റൊരു വാക്ക് സാർ ഉപയോഗിക്കാറുണ്ട്. ഡ്രെയിനേജ് റെമഡീസ് നമ്മൾ ഒരുപാട് ഡ്രെയിനേജ് റെമഡീസ് സ്പോഞ്ചിയ ടിഞ്ചറും ഒക്കെ ഡ്രെയിനേജ് റെമഡി എന്നുള്ള പേരിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് സാറിന്റെ ക്ലാസ്. ക്യാൻസറിന്റെ ഇത് പറയുമ്പോ ഹൈഡ്രാസ്റ്റിസ് ഡ്രെയിനേജ് റെമഡിയാണ് അങ്ങനെ കിടക്കുന്നത്. ഡോക്ടർ PG മനോജ് മൂത്തേടം, APSC മെഡിക്കൽ ഓഫീസർ. നമസ്കാരം മാഡം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കത്തീഡ്രൈസേഷന് ശേഷം റിക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതിന് എന്താ ചെയ്യും? അതിന് നമുക്ക് തലാസ്പി
തലാസ്പി ടിഞ്ചർ കൊടുക്കാം. പിന്നെ ഈ തൂജ എന്തായാലും കൊടുത്തിരിക്കണം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ തൂജ, പിന്നെ നമ്മുടെ ഓസിമം കാനം, പിന്നെ വേറെ ഒരു മരുന്നോട് എസ്സിൽ തുടങ്ങുന്ന ഒരു മരുന്നുണ്ട്, പേര് മറന്നുപോയി. എന്തോ സരസപ്പരലല്ലോ, സരസപ്പരല അല്ല, വേറൊരു മെഡിസിൻ പേര് മറന്നു. തലാസ്പിക്ക് നല്ല ആക്ഷനാ. തലാസ്പി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ യൂറിനറി ഇൻഫെക്ഷൻ. സോളിഡാഗോ ആരോ എഴുതി കാണിച്ചു. സോളിഡാഗോ വെരി ഗുഡ് ആക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ കത്തീറ്ററിന് ശേഷം കത്തീറ്റർ റിമൂവ് ചെയ്താലും നമുക്കത് ഇത് കൊടുക്കാം. റിമൂവ് ചെയ്യാൻ പറ്റാത്ത കേസുകളിലും സോളിഡാഗോവും തലാപ്സിയും കൊടുത്തു കഴിഞ്ഞാൽ. ഹോമിയോപ്പതി കത്തീറ്റർ എന്നൊരു വാക്ക്, ഒരു വിശേഷണം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു സോളിഡാഗോയ്ക്ക്. സോളിഡാഗോയിലുണ്ട്. ഞാൻ ആ പേര് മറന്നുപോയി. എന്തോ ഹരിഹരൻ ഡോക്ടറാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത് ഈ സ്ക്രിപ്ചർ യൂറിത്ര, ഡോക്ടറുടെ അനുഭവം ഉണ്ടോ? സ്ക്രിപ്ചർ യൂറിത്ര എനിക്ക് അതും തൂജയിലും എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. തൂജയിലോ? തൂജ. അത് ശരി. പിന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, സിസ്റ്റൈറ്റിസ് എലോങ് വിത്ത് പ്രോസ്റ്റേറ്റോമെഗാലി. അത് നമ്മള് പ്രോസ്റ്റേറ്റിന്റെ മെഡിസിൻ കൊടുക്കുന്നവിടെ പിന്നെ ട്രിറ്റിക്കം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഇല്ലേ? ട്രിറ്റിക്കം. അത് ശരി. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. ഞാനത് കൊടുത്തു നോക്കാം. അപ്പൊ ഇത് രണ്ടും കൂടെയാണോ അത് പറയുന്നത്? എല്ലാ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും സിസ്റ്റൈറ്റിസും കൂടെ ഒരുമിച്ചാണോ അതിനകത്ത് പറയുന്നത്? അതെ, അല്ല അതിനല്ല. പിന്നെ ഒരു നിമിഷം. ട്രിറ്റിക്കം, TRITICUM, ട്രിറ്റിക്കം. ട്രിറ്റിക്കം ചാറ്റ് ബോക്സിലുണ്ട്. സൂര്യ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അല്ല, രണ്ടിനും കൂടെ ഒന്നുള്ള അല്ല. സിസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ള ഇത് വരെയുണ്ട്. ഇത് രണ്ടും കൂടെ ഇതൊക്കെ ഇട്ട് വന്നു കഴിയുമ്പോൾ ട്രിറ്റിക്കം ടിഞ്ചറാണ്. അപ്പം പിന്നെ അതിന്റെ കൂട്ടത്തിൽ എവിടെയായാലും നമുക്ക് യൂറിനറി അതിന്റെ വരുമ്പോ തൂജ ഉണ്ടല്ലോ. തൂജ, മെഡോറിന, ഈ രണ്ട് മെഡിസിൻ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. പിന്നെ ഒരു പ്രോസ്റ്റേറ്റോമെഗാലിക്ക് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന 2-3 മരുന്നുകളിൽ ഒന്ന് ഡിജിറ്റാലിസ് ആണ്, ഒന്ന് പിന്നെ സെലീനിയം, പിന്നെ ഒന്ന് ഫെറം പിക്രിക്കം. പ്രോസ്റ്റേറ്റോമെഗാലിക്ക് ഒത്തിരി മരുന്നുണ്ടല്ലോ ഡോക്ടറെ. അതായത് ഒത്തിരി മരുന്ന്. ഈ ട്രിബുലസ് എന്ന് പറയുന്നത് ബിനൈൻ പ്രോസ്റ്റേറ്റോമെഗാലിയുടെ ഒരു വണ്ടർഫുൾ ഡ്രഗാണ്. പിന്നെ ഇക്വിസ്റ്റം ഉണ്ട്, പിന്നെ സാപ്പിൾസെറോട്ടിലുണ്ട്. ഒത്തിരി മരുന്നുകൾ അതിന്റെ സിംറ്റമാറ്റിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറയും. പക്ഷെ എനിക്ക് ഞാൻ ട്രൈ ചെയ്ത് എലോങ് വിത്ത് സിസ്റ്റൈറ്റിസ് രണ്ടും കൂടെ ചേർന്ന മരുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഡോക്ടറെ ചോദിച്ചത്. അങ്ങനെ ഇപ്പൊ അങ്ങനെ ബേസിക് ആയിട്ട് രണ്ടും കൂടെ ചേർന്ന് പറയാൻ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ വിളിക്കാം ഡോക്ടറെ. തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് കാണാം. എനിക്കത് അറിയണം. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരു 80 വയസ്സായ ഒരു പേഷ്യന്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ ഞാനത് കൾച്ചർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൾച്ചർ ചെയ്ത് കിട്ടട്ടെ. കൾച്ചർ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അറിയാമല്ലോ അതെന്താണെന്ന്. അപ്പൊ അതനുസരിച്ചുള്ള നോസോടും കൂടെ കൊടുത്തു നോക്കാം. ഇപ്പൊ പൈറോജനും എപ്പിസും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് അതിന്റെ ആ ഇൻഫെക്ഷൻ കുറഞ്ഞു. പൈറോജനും എപ്പിസും, പൈറോജൻ 200ഉം എപ്പിസ് 30 കൂടെ കൊടുത്തപ്പോ ഇൻഫെക്ഷൻ കുറഞ്ഞു, ടെമ്പറേച്ചർ കുറഞ്ഞു. സ്റ്റഫൈലോകോക്സിനും മണ്ണം ഒരു 2 ഡോസ് കൊടുത്തപ്പം അതും ഒത്തിരി റിലീഫ് ഉണ്ട്. പക്ഷെ ഒരു ക്യൂറബിലിറ്റി വേണമല്ലോ, ക്യൂറബിൾ ആണല്ലോ. വിഷ്ണുരാജൻ ഡോക്ടർ, രവീഷ് ഡോക്ടർ ആണെന്ന് തോന്നുന്നു. ഓക്കെ മാഡം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ പാംസ് മാത്രം ഭയങ്കരമായിട്ട് സെറ്റിംഗ് ആവുന്നതിന് എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ? ഈവൻ ഇപ്പം അവർക്ക് പേപ്പറിൽ എഴുതാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക്
അവിടെ സെറ്റായി വരുന്ന കേസുകളിൽ? പാംസിൽ മാത്രമായിട്ട് പറയാൻ ഞാൻ സൈലീഷയാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന എനിക്ക് ഒരുപാട് കേസസ് സൈലീഷയ്ക്കകത്ത് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഇതിനകത്ത് സൾഫർ കൊടുത്തിട്ടുണ്ട്. സൾഫറിന് വരും. സൾഫറും സൈലീഷയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഒരുപാട് കേസുകൾ ഓക്കെ. അതുപോലെ എനിക്ക് ഒരു കാര്യം, നമ്മുടെ ഈ ഒരു 20 ഇയർ ഫീമെയിൽ ഒരു ലേഡി ഇപ്പൊ 2 ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്ത ഈ സെപ്റ്റേറ്റ് യൂട്രസ് എന്നുള്ള ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഹോമിയോപ്പതിയിൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല മോനെ. ഇല്ല. ഓക്കെ. സർജിക്കൽ നമ്മള് പക്ഷെ പീരീഡ്സ് എല്ലാം കറക്റ്റ് ആണ്, അതിനൊന്നും യാതൊരു ഇഷ്യൂസ് ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു അത് ഫേസിൽ ഭയങ്കര പിമ്പിൾസ് കാണിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ഫേഷ്യൽ ഹെയർ ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ PCOD സസ്പെക്ട് ചെയ്തിട്ടാണ് അൾട്രാസൗണ്ടിലേക്ക് പോയത്. ഇതിപ്പോ വലിയ വിനയായി മാറിയിരിക്കും. കൊടുക്കാൻ സൂര്യ എഴുതിയിരിക്കുന്നു. അടുത്തതായിട്ട് രമാദേവി മാഡം ആണ് സംസാരിക്കുന്നത്. രമ ആന്റിയോട് ചോദിക്കാം. ഓക്കെ. ഭാഗ്യം, നല്ലതായിരുന്നു ക്ലാസ്. വെരി ഗുഡ്. നല്ല എന്താ പറയണേ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ കാത്തറ്റർ ഫീവറിന് കാംഫോറിക് ആസിഡ് നല്ലൊരു മെഡിസിനാ. കാത്തറ്റർ ഫീവർ ഇല്ലേ, കാംഫോറിക് ആസിഡ് 3x വളരെ നല്ല മെഡിസിൻ ആണ്. പിന്നെ രവീഷ് ചോദിച്ച ആ സ്വെറ്റ് ഇൻ ദ പാം ഇല്ലേ, അതിന് നാട്രമൂർ, എനിക്ക് ഒത്തിരി കേസ്, ഒരു മോർ ദാൻ 80% എനിക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സൈലീഷയെക്കാട്ടിലും എനിക്ക് കിട്ടിയേക്കുന്നത് നാട്രമൂർ ആണ്. പ്രത്യേകിച്ചും ഈ പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ സ്വെറ്റ് കാരണം അവർക്ക് പേപ്പർ നനഞ്ഞു പോകണമെന്ന് പറയുന്നവർക്ക് ഈ നാട്രമൂർ കൊടുത്തിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പക്ഷെ കൊടുക്കുന്നത് വണ്ണമാണ്, അത് പ്രസ്സിംഗ് മെത്തേഡിൽ കൊടുക്കും. പിന്നെ ഈ സെപ്റ്റേറ്റ് യൂട്രസിന് തയോസ്യാമിൻ 3x ഒരു 2-3 മാസം അടുപ്പിച്ച് കൊടുക്കണം. അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ മാഡം, അത് എങ്ങനെ മാഡം അതിന്റെ 3x ടാബ്ലറ്റ്സ് എത്ര എണ്ണം വെച്ചിട്ടാണ്? 3x ടാബ്ലറ്റ് ഇല്ല മോനെ, എപ്പോഴും തയോസ്യാമിനും എല്ലാ 3x ടാബ്ലറ്റ് കൊടുക്കാതെ പൗഡർ കൊടുക്കണം. TDS. ഓവറി ആണെങ്കിലും ടെസ്റ്റീസ് ആണെങ്കിലും നമ്മള് ഓവറിയും ടെസ്റ്റീസും ഒക്കെ ടെസ്റ്റോസ്റ്ററോണൊക്കെ ഇതുണ്ട്, 3x ഉണ്ട്, ടാബ്ലറ്റും ഉണ്ട്, ഇതുണ്ട്. പക്ഷെ കൺവീനിയൻസ് സേക്ക് നമ്മൾ ടാബ്ലറ്റ് കൊടുക്കാന്ന് വിചാരിച്ചാൽ ബെറ്റർ നോട്ട് ടു ഗീവ് ടാബ്ലറ്റ്, പൗഡർ കൊടുക്കുക. അവർക്ക് ആ ഒരു സ്പൂണും കൊടുത്താൽ മതി. അവരോട് TDS കഴിക്കാൻ പറഞ്ഞാൽ മതി. നമ്മൾ ഓരോന്നും അങ്ങനെ പൊതിയാൻ നിൽക്കണ്ട. തയോസിനാമിനും ഒക്കെ 3x പൗഡർ ആണ് വർക്ക് ചെയ്യുന്നത്. ടാബ്ലറ്റ് ആക്കുമ്പോൾ അതിന്റെ എഫക്ട് പോകുന്നതായിട്ട് പണ്ട് മുതലേ കേൾക്കാറുണ്ട്. അത് തന്നെ, അതിൽ സ്റ്റാർച്ചും കൂടെ ചേർക്കേണ്ടി വരും എന്നാ പറയണത്. അത് പിന്നെ ചൂടാവുമ്പോ അതിന്റെ ആ ഒരു അതിന്റെ മെഡിസിനൽ പവർ പോകുന്നു എന്ന രീതിയിൽ എന്തായാലും ടാബ്ലറ്റിനേക്കാൾ നല്ല രീതിയിൽ പൗഡർ ആണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ മുമ്പ് തന്നെ കേൾക്കാറുണ്ട്. ഞാനൊരു 3x കഴിയുന്നതും ഇത് പൗഡറേ ഉപയോഗിക്കാറുള്ളൂ, ടാബ്ലറ്റ് ഉപയോഗിക്കാറില്ല. ഇനിയോ നല്ല ക്ലാസ് ആയിരുന്നു ഭാഗ്യം. ഇനിയും ഞങ്ങൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുകയാണ്. ശരി, താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇന്ന് വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആണ്. പ്രത്യേകിച്ചും നെക്സോമിക്കയെ കുറിച്ച് നല്ല അതിന്റെ സാധ്യതകൾ നമ്മളാരും ചിന്തിക്കാത്ത വഴികളിലൂടെ നെക്സോമിക്കയെ കൊണ്ടുപോയി അതിന്റെ സാധ്യതകളും എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇത്രയൊക്കെ കേസുകൾ ഉണ്ടായിട്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴൊന്നും ഇല്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം. ഇതുപോലെ ഏതെങ്കിലും ഒരു മെഡിസിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ അനുഭവങ്ങൾ മാത്രം പറയുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് അത്യാവശ്യം വേണ്ടതാകും. എന്തായാലും വളരെ നന്നായി. പിന്നെ നാളത്തെ ഒരു കാര്യം കൂടി പറയാനാണ്. നാളെ നമ്മുടെ ഈ സെപ്റ്റേറ്റ് യൂട്രസിന് സിഫിലിനും കൂടെ കൊടുക്കാൻ പറയും.
സെപ്റ്റേറ്റ് യൂട്രസിന്. സെപ്റ്റേറ്റ് യൂട്രസിന് തയോസിനാമിനത്തോടൊപ്പം 3x സിഫിലിനം. സിഫിലിനം 1M 10M 50M CM കൂടെ കൊടുക്കണം. അതുകൂടെ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത് നാളെ നമ്മുടെ വേദിയിൽ നമ്മളുടെ 1000 ദിന പരിപാടികളെ കുറിച്ചുള്ള ഒരു അവതരണവും അതിൽ കുറച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതെല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇന്നിപ്പോൾ IFBHന്റെ നേതൃത്വത്തിൽ കൺസോർഷ്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സാറിന്റെ നേതൃത്വത്തിലും ഡോക്ടർ ഷാജി കുര്യത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ ഗവർണറെ കാണുകയും അവർക്ക് നമ്മളുടെ പരാതികൾ ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊതുജനാരോഗ്യ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ 1000 ദിന പരിപാടികൾക്കും അതുപോലെ ഹനുമാൻ ദിന ആഘോഷങ്ങൾക്കും എന്തൊക്കെ പ്രോഗ്രാം വേണമെന്ന് നിങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ ചർച്ച നടത്തിയതാണ്. നാളെ അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡോക്ടർ ഫിറോസ് ഇവിടെ അവതരിപ്പിക്കും. തീർച്ചയായും എല്ലാവരും ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നാളെ 8 മണിക്ക് നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറാണ് എത്തുന്നത്. സാറിന്റെ കുറച്ച് കേസ് പ്രസന്റേഷൻ ആണ്. അതല്ല, സാറിനോടൊപ്പം 1 മണിക്കൂർ നമുക്ക് ഇരിക്കാം. സാറിന്റെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഇത്രയാണ് നാളത്തെ അറിയിപ്പുകൾ. ഇതൊന്ന് പറയാൻ പറ്റിയ ഗീതാചന്ദ്രൻ ഡോക്ടർ ഒരു ചാറ്റ് ബോക്സിൽ ഒരു കേസ് പറഞ്ഞിരിക്കുന്നു. ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ഗീതാചന്ദ്രൻ. ഞാൻ വായിക്കുന്നത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് 3 years itching with after taking bath, redness in folds by birth. Can you suggest a medicine? Atopic dermatitis 3 years itching after taking bath. Agrish doctor പറയൂ. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഇത്തിരി പാടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ഓസിമം സാങ്ക്ടം ഇച്ചിങ്ങിന് നല്ല മെഡിസിൻ ആണ്. ഓസിമം സാങ്ക്ടം പ്ലസ് ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചർ. കൂടെ അതിനകത്ത് എന്തോ ആഡ് ചെയ്യാനുണ്ട്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടറെ പറഞ്ഞോളൂ. ഡെർമറ്റൈറ്റിസിന് ഏറ്റവും ബെസ്റ്റ് സൾഫർ 0/3 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഡോസാണ്. മെർസോള് കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. റെസ്റ്റോക്സ് മോശമാണോ? റെസ്വെനേറ്റ മോശമാണോ? ഫാഗോപെയർ മോശമാണോ? അർട്ടിക്ക മോശമാണോ? ഉണ്ടല്ലോ. ഇല്ല, പക്ഷെ ഇച്ചിങ് കുറയ്ക്കാനായിട്ട് ഈ ഓസിമം സാങ്ക്ടം നല്ല തുളസി അല്ലേ ഡോക്ടർ? റൂമെക്സ് നല്ല മെഡിസിൻ അല്ലേ? റൂമെക്സ്. അതെ അതെ, റൂമെക്സ് നല്ല മെഡിസിനാ. തീർച്ചയായിട്ടും ഡോക്ടർ സറ്റൈവ ടിഞ്ചർ സൂര്യ ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പിന്നെ ഭാഗ്യലക്ഷ്മി ഡോക്ടർക്ക് നന്ദി പറയുന്നതിനായിട്ട് ഞാൻ ശാന്താചന്ദ്രൻ മാഡത്തെ തന്നെ ക്ഷണിക്കുകയാണ്. മാഡം ഉണ്ടല്ലോ അല്ലേ? എന്തോ പറയാനുണ്ടോ? ഒരു മിനിറ്റ്. നമസ്തേ. ഞാൻ ഇന്നത്തെ ഇതിനെ കുറിച്ച് വല്ലതും കേട്ടായിരുന്നു? ഗവർണർ അടുത്ത് പോയതിനെ കുറിച്ച് വല്ലതും? അതെ, അവര് പോയി. നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽസ് കിട്ടിയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, വിവരം കിട്ടിയിട്ടില്ല. ഡോക്ടറെ ഓക്കെ. ശാന്തചന്ദ്രൻ ഡോക്ടർ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ വീണ ഡോക്ടർ വീണ. ഡോക്ടർ നമസ്കാരം ഡോക്ടർ. ഡോക്ടർ വീണ്ടും കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഈ എക്സ്പീരിയൻസ് ഇൻക്രെഡിബിൾ ആണ്. താങ്ക് യു സോ മച്ച്. IFBHന്റെ പേരിലും എന്റെ പേരിലും ഒത്തിരി താങ്ക്സ് രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഡോക്ടർ. എല്ലാവർക്കും വലിയ കലവറയാണ് മാഡം. അതിന്റെ ഒരു ഭാഗത്ത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. വീണ്ടും നമ്മളെ ഇതുപോലെ നമുക്ക് അറിവ് പകർന്നു തരുവാൻ മാഡം വീണ്ടും വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സെഷൻ നമുക്ക് ഒരു വലിയ പ്രയോജനകരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി. ഇനിയും തുറക്കാൻ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം അറിവുകൾ മാക്സിമം ശ്രമിക്കാം.
മതി 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 അത് കേട്ടാൽ മതി. താങ്ക് യു ശരി മാം. എന്നാ. ഗുഡ് നൈറ്റ്.